എന്തൊരു മഴയാന്നേ. ടീച്ചറെ, മഴവെള്ളം വീണെന്റെ പാവാട മൊത്തം നനഞ്ഞു ടീച്ചറെ. എന്റെ പാവാട പോയി ഞാൻ സ്ക്രീനിലിട്ട് ഉണക്കിക്കോട്ടെ. അടി പെറ്റിക്കോട്ടുണ്ട്. ആ ഊരിയിട്ടിരുന്നോ. നല്ല കിടുക്കാച്ചി മഴ. ഓ പണ്ടാരെ ഇന്നിനി ഫുട്ബോൾ കളിക്കാൻ പറ്റത്തില്ല, നാശം. അതിന്റെ കൂടെ ഇടിയും, അതാണ് പേടിയാവുന്നത്. ചേച്ചി കഞ്ഞി വെച്ചിട്ട് പോയോ, ഇനി പറിക്കാത്തോണ്ടോ. ടീച്ചറെ താണ്ടൊരു കിളിക്കൂടി ടീച്ചറെ. അതവിടെ ഇട്ടേരെ. ആ കിളിയുടെ അമ്മ വന്ന് എടുത്തോണ്ട് പോവാത്. പേടിയാവുന്ന ഇടിയുടെ സൗണ്ട് കേട്ടിട്ട്. ആരും പേടിക്കണ്ട, ചേട്ടായി ഇവിടെ ഉണ്ട്. പേടിയുള്ളവർക്കൊക്കെ ചേട്ടായി എടുത്തു വന്നിരിക്കാം. പെണ്ണുങ്ങൾക്ക് പോടാ കയ്യിരുന്നല്ലേ. ഓ മഴ തുളുമാരിക്ക് ആദ്യമായിട്ട് കാണുവാന്നോ? പീറ്റു സാറെന്തോ അവിടെ എന്നാ കാണിക്കുവോ? അത് പീറ്റു സാറ് മാങ്ങ വറക്കുന്നേ ടീച്ചറെ. ഗ്രൗണ്ടിൽ കിടക്കുന്ന മാങ്ങ മൊത്തം സാർ കറങ്ങി കൊണ്ടുപോകും. പിള്ളേർക്ക് ഒന്നും പോലും തരത്തില്ല. സ്കൂൾ വിടുമ്പോ എടുക്കാന്ന് വിചാരിക്കും, മൊത്തം പീറ്റു സാറ് കൊണ്ടുപോകും. ഓ ഇങ്ങനെ എന്നാത്തിന്റെ കുരുവാ. ഇടി വെട്ടുമ്പോ അതാണ് ഇരിക്കാൻ കൊണ്ടേന്. Mrs. Subbalakshmi was born in Madurai. 1898 Raman Magsaysay award വാങ്ങിച്ച ഏഷ്യൻ മാക്സസേ അവാർഡ് മേടിച്ച ഫസ്റ്റ്. UN അസംബ്ലിയില് UN സ്റ്റാഫില് ഒക്കെ ബർത്ത്ഡേയില് ഫസ്റ്റ് വന്നു. അങ്ങനെ എഴുന്നേരടാ. വായിച്ചെന്റെ ലാസ്റ്റ് തൊട്ട് വായിക്കും. ഞാൻ വായിച്ച എന്തുവാന്ന് വെച്ചാ അതിന്റെ പറയടാ. പറ ഞാൻ പറഞ്ഞ പോയിന്റ് എന്തുവന്ന് പറ. ഞാൻ വായിച്ച എന്തുവാന്ന് വെച്ചാ അതിന്റെ പറയടാ. പറ ഞാൻ പറഞ്ഞ പോയിന്റ് എന്തുവന്ന് പറ. കണ്ടില്ല സാറേ. പിന്നെ നീ എന്തുവാ ഇത്തിരി നേരമായിട്ട് നീ ഇങ്ങനെ അവിടെ ഇങ്ങോട്ടും ഇരുന്ന് വായി നോക്കി കാര്യം പറഞ്ഞോണ്ടിരിക്കുക. എന്തുവാടാ? എന്തുവാ? ഒന്നുമില്ല സാറേ. പിന്നെ ക്ലാസ്സിൽ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? നിന്റെ അപ്പനെ വിളിച്ചോണ്ട് വരണം നാളെ വരുമ്പോ കേട്ടോ. ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് നിന്റെ അപ്പനെ വിളിച്ച് ഇവിടെ എന്റെ മുന്നിൽ കൊണ്ടുവരണം കേട്ടോ. പിന്നെ സംസാരം ഉണ്ടല്ലേ. ഒരെണ്ണം ക്ലാസ്സില് സൗണ്ട് ഉണ്ടാക്കരുത്. എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാരും നോക്കണേ, നോക്ക്. Born in Madurai. She got Raman Magsaysay Award in 1998. Rigveda is a collection of 1008 rhythms of 10 mandalas. 1008 collections of 10 mandala. എന്തുവാ ഋഗ്വേദ എന്ന് പറഞ്ഞ 1008 10 മണ്ഡലങ്ങൾ. അതാണ് മണ്ഡലം. ഓക്കെ. ഉറങ്ങുവാണോ ക്ലാസ് ഇരുന്ന്? എഴുന്നേര്. താടിക്ക് കൈ കൊടുത്തിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. നട്ടെല്ല് നിവർത്തി ഇരുത്തി സൈലന്റ് ആയിട്ട് കൈകൾ ടേബിളിന്റെ പുറത്ത് വെച്ച് ക്ലാസ് കേൾക്കണം. ഇതുവാടെ ക്ലാസ്സില് ഉറക്കം. ഉറങ്ങാനാണ് അങ്ങോട്ട് വരുന്നത്. എന്നെ പായും തന്നെയാണ് ഇങ്ങോട്ട് വാടേ. വിരിച്ചിട്ടിട്ട് അങ്ങോട്ട് ഉറങ്ങ്. പറഞ്ഞ അനുസരണ ഇല്ലാത്ത പിള്ളേർ. ബുക്കിനകത്ത് നോക്കണേ. സദറിയ അസാം സദറിയ. സിദ്ധി ഡാമൻ ഡാൻസ് നടക്കുന്നത് ഗുജറാത്ത്. ഇന്ന് പാർവതി ഒന്നുമില്ല ക്ലാസ്സിൽ? ഇല്ല സാറേ. എന്താ പറ്റി പാർവതിക്ക്? എന്ത് പറ്റി? പനി പിടിച്ചെന്ന്. പനിയാണ്. സോ നമുക്കിന്ന് ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. പക്ഷെ സൗണ്ട് ഉണ്ടാക്കരുത്. ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. ശബ്ദം ഉണ്ടാക്കരുത് ക്ലാസ്സിനകത്ത്. അപ്പൊ കുട്ടികളെ നമ്മളിങ്ങനെ രസകരമായി പഠിച്ചാൽ മതി, അല്ലാണ്ട് ഓവർ സ്ട്രെസ് വേണ്ട. ഇന്നലെ പഠിപ്പിച്ചത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു? കടൽ മാർഗം വഴി ഇന്ത്യയിൽ എത്തിയ ആദ്യത്തെ വിദേശ ശക്തികൾ ആരാ?
പാർവതി പറയണ്ട. ആരാ ആരാ പെണ്ണും പുള്ള പ്രാന്തി. അപ്പൊ അങ്ങനെയുള്ളു. നമ്മൾ അധികം സ്ട്രെസ്ഡ് ആയിട്ട് പഠിക്കണ്ട, ടെൻഷൻ ഇല്ല, എല്ലാവർക്കും കൂളല്ലേ? ഓക്കെ, കൂളല്ലേ? അപ്പൊ തുർക്കികൾ നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കോൺസ്റ്റാന്റിനോപ്പിൾ എന്തുവാ? തുർക്കികള് പിടിച്ചടക്കിയായിരുന്നു. അപ്പൊ ആ വർഷം ഏതാ? പാർവതി പറയണ്ട, പറ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മറ്റൊരു പേരെന്താ? കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മറ്റൊരു പേരെന്താ? എന്താ പാർവതിയുടെ മുഖം പോയെ? പറ. ഇന്നത്തെ ആഫ്രിക്കയുടെ തെക്കേ മുനമ്പ്, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷാ മുനമ്പ്. ആഫ്രിക്കയുടെ തെക്കേ മുനമ്പ്. അപ്പം ആ തെക്കേ മുനമ്പ് ചുറ്റി ഏഷ്യയിലേക്ക് വന്നത് ആരായിരുന്നു? കടൽമാർഗം തെക്കേ മുനമ്പ് ചുറ്റി, ആഫ്രിക്കയുടെ തെക്കേ മുനമ്പായ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി ആഫ്രിക്കയിലേക്ക് വന്നത്, ഇന്ത്യയിലേക്ക് എത്തിയത് പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ശുഭപ്രതീക്ഷാ മുനമ്പ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അപ്പം അങ്ങനെ വന്ന പോർച്ചുഗീസ് നാവികന്റെ പേരാണ് മാർത്തലോമിയ ഡയസ്. ആരാണ്? മാർത്തലോമിയ ഡയസ്. മാർത്തലോമിയ ഡയസ് ആരാണ്? അപ്പൊ ആ ശുഭപ്രതീക്ഷാ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസ് നാവികന്റെ പേരാണ് മാർത്തലോമിയ ഡയസ്. നാളെ ഇത് ചോദിക്കും, ഞാൻ ചോദിക്കും. അപ്പം അങ്ങനെ പഠിക്കണം, നമ്മള് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളിങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കണം. അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നാവിക തലവന്റെ പേരെന്ത്? ശുഭപ്രതീക്ഷാ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസ് നാവിക തലവന്റെ പേരെന്ത്? പാർവതി പറയണ്ട, പറ. ലീഡറെ വടി എടുത്തിട്ട് വാ. ഞാൻ ടീച്ചറായ എങ്ങനെ ഇരിക്കും? എടെ മറ്റേ ആ ഇൻസ്റ്റഗ്രാമിലില്ലേടെ ആ കണ്ണാടിയൊക്കെ വരുന്ന ഒരു ഫിൽട്ടർ ഉണ്ടല്ലോ, അതിനെന്തോ സെർച്ച് ചെയ്യണ്ടേ? രാമു, നീ കൊളാബിടാഞ്ഞ എന്തായിരുന്നടാ? അയ്യോ ഇട്ടില്ല ടീച്ചറെ. എന്റെ പ്രൊഫൈലും കൂടി വരുത്തില്ലായിരുന്നോ സ്കൂളിന്റെ വീഡിയോ എടുത്തപ്പം? എടോ പോർഷനൊക്കെ തീർക്കണോന്ന് പറയുന്നു. ഞാന് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയും വീട്ടിൽ പോയിട്ട് 2 ചാപ്റ്റർ ഒന്ന് ആ ലേബറിന്റെ നോക്കി ഒന്ന് പഠിക്കാൻ വേണ്ടി. നിങ്ങളുടെ കണക്ക് തന്നെയല്ലേ ഞാനും ഇവിടെ വന്നിരുന്ന് കഷ്ടപ്പെടുവല്ലേ? എന്താടോ എല്ലാവരുടെയും മുഖത്തിനൊക്കെ ഒരു ക്ഷീണമേ? എന്തോ പറ്റി? ക്ലാസ് കേട്ട് കുഴഞ്ഞു ടീച്ചറെ. ഉച്ചയ്ക്ക് എന്തുവാടാ എല്ലാവർക്കും കറി? എനിക്ക് മീൻ വറുത്തയും ചമ്മന്തിയും. എന്തുവാടാ രാമുന്റെ കറി? എന്തുവാ? എനിക്ക് ചമ്മന്തിയും പിന്നെ മാങ്ങാച്ചാറും. ചമ്മന്തി ടീച്ചർ കൊണ്ടുതരണേ. ടീച്ചറെ. എടാ ചക്ക വല്ലതും ചെയ്തോ? കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പ്രവീണയുടെ അമ്മ ഉണ്ടാക്കിയ ചക്കപ്പുഴുക്ക് കഴിഞ്ഞ ആഴ്ച നല്ല ടേസ്റ്റ് ആയിരുന്നു. ചക്ക സീസൺ ഇനിയിപ്പോ തീരും വരെ അമ്മ പുഴുക്കുണ്ടാക്കുമായിരിക്കും ഇല്ലേ? കൊണ്ടുവന്ന് ഈ പിള്ളേരൊക്കെ കളിയാക്കല ടീച്ചറെ. ആരുടെ കളിയാക്കിയത്? ചക്കപ്പുഴുക്ക് ക്ലാസ്സിൽ കൊണ്ടുവരുന്നേനാ? ഇപ്പൊ എന്തുവാ ക്ലാസ്സിൽ കൊണ്ടുവരണം കേട്ടോ. ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാ. ഞാൻ കൊണ്ടുവരുന്നത് എല്ലാ സാധനങ്ങളും എല്ലാവർക്കും വേണം. ഇന്ന് തന്നെ രാവിലെ കടലയും പിന്നെ ദോശയും ഞാൻ രാവിലെ ഒരെണ്ണേ കഴിച്ചോളൂ. ഇവിടെ സ്റ്റാഫ് റൂമിൽ വന്നിരുന്ന് 2 ദോശയും ഇത്തിരി കടലക്കറിയും കൊണ്ടുവന്നു. അപ്പൊ തന്നെ താര ടീച്ചർ അതങ്ങ് കൊണ്ടുപോയി, പിടിച്ചു പറിച്ചങ്ങ് കൊണ്ടുപോയി. നിങ്ങളെ കാട്ടി കൊച്ചുകളിയാ അവിടെ സ്റ്റാഫ് റൂമിൽ. പിന്നെന്തുവാ? ഈ വിജയണ്ണൻ എന്താ ചായ കൊണ്ടുവരാത്തെ? തല പൊളക്കുന്നടോ, തല പൊളക്കുന്നു. തലവേദനയെ ഒരു 12 മണി ഈ സമയമാകുമ്പോ തലവേദനയായി. കൊണ്ടുവരുന്ന ചായ കൊണ്ടുവരുന്നു. ഓർക്കുമായിരുന്നു എന്തോ പറ്റിയെന്ന് താമസിച്ച്. ആർക്കും ചായ വേണ്ടല്ലോ. എനിക്ക് ഇച്ചിരി കിട്ടിയാ കൊള്ളാന്നുണ്ട് ടീച്ചറെ. പിള്ളേർക്ക് എന്തിനാ ചായ? പിള്ളേർ ചായ ഒന്നും കുടിച്ചൂടാ, ചുമ്മാ ശീലമായി മാറും കേട്ടോ. അവിടെ അല്ലേ എന്റെ ഇത്രയും കാലം തന്നെ ഒരു കുട്ടി പോലും ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് എനിക്ക് ചായ വേണമെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാ. ഇത്ര ക്ഷീണം എന്തുവാ? അവിടെ അല്ല അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്ന് പറ. പ്രവീണേ പറ,
KFC ചിക്കൻ. എനിക്കും ഇഷ്ടം അത്. പാർവതി? എനിക്ക് സദ്യ ഇഷ്ടാ ടീച്ചറെ. സദ്യ. മീൻകറിയൊക്കെ ഉള്ളയാണോ അതോ? അല്ല, മീൻ ഇഷ്ടല്ല, സാധാ സദ്യ. കുഴപ്പമില്ല, നല്ലയാ. കല്യാണ സദ്യയൊക്കെ, സപ്താഹശാലയിലെ സദ്യ, അതിനകത്തൊരു കൊഴുത്ത മോര് കിട്ടും, നല്ല കൊഴുകുഴാന്നുള്ള, വേറെ ലെവല്. പിന്നെ ആരാടെ? പഴങ്കഞ്ഞി, ഉണ്ടപ്പളം, ഉണക്കമീൻ വറുത്തതും, ചമ്മന്തി, അച്ചാറും. ഗീതു? പൊറോട്ടയും ബീഫ് കറിയും ടീച്ചറെ. പൊറോട്ടയും ബീഫും അതിന്റെ കൂടെ ഒരു കട്ടനും വേണം. എന്നാ ഒരു ടേസ്റ്റാ. പിന്നെ ആരാടെ? ടീച്ചറെ പാത്രയപ്പം. പാത്രയപ്പം എനിക്കിഷ്ടാ. ക്രിസ്മസിനൊക്കെ കിട്ടുമല്ലോ. അയ്യോ, ക്രിസ്മസിന്റെ കാര്യം പറഞ്ഞു കേട്ടപ്പോഴാ, ക്രിസ്മസ് പരീക്ഷ ഇങ്ങ് എത്താറായില്ലേ? പുസ്തകോട് പിള്ളേരെ പഠിപ്പിക്കട്ടെ, ചാപ്റ്റർ തീരാനുണ്ട്. എടാ, ഇവിടെ എന്തോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും നടക്കുന്നുണ്ടോ? എന്തൊക്കെ കോലം കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് ക്ലാസ്സിലോട്ട് വരുന്നത്? നിങ്ങളൊക്കെ ഇവിടെ പഠിക്കാനാണോ വരുന്നത് അതോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണോ വരുന്നത്? സത്യലക്ഷ്മി, യൂണിഫോമിന്റെ ഷോൾ ഏത് കളറിലാണ് ഇടേണ്ടത്? റെഡ് കളറാണ്. എന്ത് ഇട്ടേക്കുന്നത്? റെഡ് കളർ തന്നെ. അതിനകത്ത് എത്ര സ്വീക്കൻസിന്റെ വർക്കാണ്? യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെക്കോറോ ഉണ്ട്, ഈ സ്കൂളിന്റെ ഡെക്കോറോ ഉണ്ട്, അതനുസരിച്ച് വേണം വരാൻ. എത്ര പിന്നിലാ മുടി? റിബൺ ഇട്ട് രണ്ട് സൈഡും കിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി പിരിച്ചിട്ടോണ്ടാണ് വരുന്നത്. ഒന്നുകിൽ മുടി ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ റിബൺ ഇട്ട് പിന്നി മടക്കി കെട്ടി ഇങ്ങോട്ട് വരിക. അതുപോലെ തന്നെ സ്കൂള് വിടുമ്പോ ഫസ്റ്റ് ഗേൾസ് സ്കൂൾ വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ആൺപിള്ളേർ വന്ന് നിന്ന് പലതും പറയും, കമന്റ് അടിക്കും, അങ്ങനെ പല കാര്യങ്ങൾ, ലെറ്റർ വരുന്നുണ്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂള് ഗേൾസ് സ്കൂൾ ആദ്യം തന്നെ വിടുന്നത്. അപ്പൊ നിങ്ങൾ അവിടുന്ന് പോവുക ചെയ്യേണ്ടത്, ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിൽക്കാതെ പോവുക ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ നിൽക്കുവാ. അയ്യോ ബോയ്സിലെ പിള്ളേരെ വിട്ടില്ലല്ലോ, അങ്ങോട്ട് നോക്കി അങ്ങ് നിൽക്കുവാ, കണ്ണും കട്ടും നിൽക്കുവാ. മൂന്നരയാകുമ്പോ കുറെ എണ്ണം അവിടെ കറങ്ങി നിൽക്കുന്നതാണോ? എന്തുവാ? മേക്കപ്പ് ക്ലാസ്സിൽ ഇരുന്ന് മേക്കപ്പാ. അവിടെ പോകുമ്പോ അവിടെ കുറെ ആളുകൾ കാണാൻ നിൽക്കുന്നില്ലേ? സ്കൂളിന്റെ കോമ്പൗണ്ടിൽ ആരെങ്കിലും നിന്നെന്നുള്ളൊരു ന്യൂസ് എനിക്ക് കിട്ടിയ ഒരെണ്ണത്തിന് ഞാൻ ഇവിടെ വെച്ചേക്കത്തില്ല. ഇവിടെ സ്കൂളാണിത്, അല്ലാണ്ട് ഇത് ഫാഷൻ പരേഡ് നടത്തുന്ന സ്ഥലമല്ല. എന്തുവാ? പെൺകുട്ടികളായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡ്രസ്സ് ഇടാം. നിങ്ങൾക്ക് കല്യാണത്തിന് പോകുമ്പോ, നിങ്ങളുടെ വീട്ടുകാർ ഒത്ത് കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ പോകുമ്പോ നിങ്ങൾ എന്ത് കോലം കെട്ടി വേണമെങ്കിലും പൊയ്ക്കോളൂ. ദിവ്യേ, താൻ ആ യൂണിഫോമിനകത്ത് എങ്ങനെ കേറിയടേ? എന്തൊരു ടൈറ്റാ അത്? ഷേപ്പ് കാണിക്കാൻ വേണ്ടിട്ടോ? അമലേ, നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടാ യൂണിഫോമിന്റെ ഉടുപ്പിന്റെ അകത്ത് ടീഷർട്ട് ഇടരുതെന്ന്? നീ ഇത് ഹൃത്തിക് റോഷൻ പഠിക്കുവാണോ? പെൻസിൽ പോലൊരു പാന്റും. നീ എവിടെ പോകാനാണോ വരുന്നത്? പഠിക്കാൻ തന്നെയാണോ വരുന്നത്? ഹോംവർക്ക് ഒക്കെ ചെയ്തോടെ? ചെയ്യാത്തവരൊക്കെ എണീറ്റേ. എന്താ ചെയ്യാഞ്ഞത്? അഭിമന്യു, എന്താ ചെയ്യാഞ്ഞ? ഹോംവർക്ക് ചെയ്യാൻ എന്താ? പനിയായിരുന്നു ടീച്ചറെ. ആഹാ, നിന്റെ റീല് ഞാൻ കണ്ടായിരുന്നല്ലോ ഇന്നലെ. കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. 8 പേര് ഇറങ്ങി നിരന്ന് നിക്ക്. കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ഇതോടുകൂടി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കയറാം. അതിന് മുന്നേ ക്ലാസ്സിൽ ആരാ നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാര്? സന്ധ്യാലക്ഷ്മി വാടേ. സന്ധ്യാലക്ഷ്മി വാ, പാട്ട് പാടിക്കേ, ഒരു പാട്ട് പാടിക്കേ. അവിടെ നിന്ന് പാടിയാ മതി. വാർത്തിങ്കളെ ഇന്ന് താഴെ മാനത്ത് വാ, കൊയിലമ്മ പെണ്ണിന്റെ പെഞ്ചാരച്ചുണ്ടിനെ പാടാത്ത പാട്ട് കവർന്നു നൽകാം, കൺകളിലായിരം കൈത്തിരിഞ്ഞിട്ടിടാം. നീ ആരുടെ അടുത്ത പാട്ട് പാടുന്നത്? ടീച്ചറെ, ഞാൻ പാടാം. വന്ന് പാടിക്കോ. Walking on the moonlight, I'm thinking of you. Listening to the stars, I'm thinking of you. Element കണ്ണിലൂടെ, I'm thinking of you. Element കണ്ണിലൂടെ, I'm thinking of you. എല്ലാരും ഒരു കൈയ്യടി എടുത്തോ. നീ ആരാടെ പാട്ട് പാടുന്നത്? ടീച്ചറെ. ശ്രീലക്ഷ്മി പാടിക്കോ.
പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും പൊന്നാറ്റിനപ്പുറത്തു നിന്നു പുന്നാരം ചൊല്ലി നീ വന്നു. പാടം പൂത്ത കാലം ചുണ്ടാണിയില്ല